മൃഗസംരക്ഷണ സംഘടനാ പ്രവർത്തകർക്കെതിരെ യുവാവിന്റെ ഭീഷണി. മൃഗങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ആലപ്പുഴ സ്വദേശി സനൂഷ് സോനു മൃഗസംരക്ഷണ സംഘടനാ പ്രവർത്തകർക്കെതിരെ ഭീഷണിയുമായി സ്വന്തം വീഡിയോ ചിത്രീകരിച്ച് സനൂഷ് സോനുവിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ 5 തെരുവ് നായ്ക്കളെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതിൽ മൃഗസംരക്ഷണ സംഘടനകൾ പ്രതിഷേധവുമായി തെരുവിൽ വന്നാൽ പട്ടിയെ വിട്ട് കടിപ്പിക്കുമെന്നുള്ള ഭീഷണി സ്വരത്തിലായിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ആലപ്പുഴയിൽ കുറച്ച് ഡോഗിനെ ആരോ ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുത്ത് കൊന്ന് റോഡിലിട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കപട സദാചാര പ്രൊട്ടസ്റ്റ് ടീം അമ്മച്ചിമാരിപ്പോൾ ഇറങ്ങും പ്രൊട്ടസ്റ്റ് എന്നും പറഞ്ഞിട്ട്. ഇവളുമാർ വർഷങ്ങളായിട്ട് ഈ പ്രൊട്ടസ്റ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരിക്കൊമ്പന് വേണ്ടി പ്രൊട്ടസ്റ്റ്, പട്ടികൾക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ്. പക്ഷേ ഈ അരിക്കൊമ്പന് വേണ്ടിയിട്ടും ഈ തെരുവിൽ നായികൾക്ക് വേണ്ടിയിട്ടും ഒരു ഷെൽട്ടർ ഹോം ഓരോരോ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു ഷെൽട്ടർ ഹോം തുടങ്ങാൻ ഇവളുമാർ ആരും പ്രൊട്ടസ്റ്റ് എന്നും പറഞ്ഞിറങ്ങില്ല. ഇവർക്ക് അതിനുള്ള സമയമില്ല ആർക്കും, ഈ കപട സദാചാര മൃഗസ്നേഹികൾക്ക്. അപ്പം ഞാൻ ഇത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ഇവിടെ ഷെൽട്ടറിനല്ലാതെ ഈ ഡോഗുകളെ കൊന്നവർക്കെതിരെ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് നിൽക്കുള്ളൂ. ഞാൻ മനുഷ്യരുടെ കൂടെ നിൽക്കുള്ളൂ. എനിക്ക് അവരുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ഈ തെരുവുനായപ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും കടിച്ചാലും ഈ ഡോഗുകൾ പോയി മറ്റൊരു ആരെങ്കിലും കടിച്ചാലും ഇപ്പം എനിക്ക് ഓട്ടോമാറ്റിക്കലി വിഷമവും ദുഃഖമൊക്കെ വരും. നമ്മൾ സംരക്ഷിക്കുന്ന പിള്ളേർ കടിക്കുന്നല്ലോ, നമ്മളെ പിള്ളേർ തന്നെ കടിക്കുന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആളെ തന്നെ കടിക്കുന്നല്ലോ എന്നൊരു വിഷമവും ദേഷ്യമൊക്കെ എനിക്കും ഇവരോട് സംഭവിക്കും. ഞാൻ പൊതുജനങ്ങളുടെ ഇതിലേ ഞാൻ നിൽക്കുള്ളൂ. കാരണം ഈ കപട സദാചാര മൃഗസ്നേഹികൾ ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഈ ഡോഗുകളെ കൊന്നാൽ മാത്രമാണ് നടത്തി വരുന്നത്. ഇതിപ്പം നോക്കിക്കോ, 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പം ആലപ്പുഴ ജില്ലയിൽ കുറച്ച് ഡോഗിനെ ആഹാരത്തിൽ വിഷം കലക്കി കൊടുത്തതിന് പ്രൊട്ടസ്റ്റ് എന്നും പറഞ്ഞ് തള്ളിക്കൊണ്ടിറങ്ങും. ഞാൻ പറയുവാണ്, ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഈ വിവരദോഷികളായ കപട മൃഗസ്നേഹികൾ ഇതുപോലെ തെരുവിൽ കിടക്കുന്ന ജീവനുകൾക്ക് ഒരു ഷെൽട്ടർ വേണ്ടി പ്രൊട്ടസ്റ്റ് നടത്തുന്നതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് തിരിച്ച് നിങ്ങൾ പ്രൊട്ടസ്റ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊട്ടസ്റ്റ് നടത്തുന്ന പരിസരത്ത് നിങ്ങളെല്ലാവരെയും പട്ടിയടിച്ചിരിക്കും. പട്ടിയെ കൊണ്ട് ഞാൻ കടിപ്പിക്കും. ഇത് നിങ്ങൾ കാക്കനാട് നടത്തിയ പ്രൊട്ടസ്റ്റ് കുളമായതുപോലെ ആയിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത്. ഇനി ഇത് ഈ കപട സദാചാര മൃഗസ്നേഹികൾ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാർ സൂക്ഷിച്ചോ. നിങ്ങൾ ഷെൽട്ടറിന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യും. തെരുവിൽ കിടക്കുന്ന ജീവനുകളെയൊക്കെ സുരക്ഷിതരാക്കി ഒരു സ്ഥലത്ത് സേവ് ചെയ്യാനും ഒരു നേരം ആഹാരം കൊടുത്താൽ മതി. ഒരു ചെറിയൊരു ഷെൽട്ടർ, അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രൊട്ടസ്റ്റ് നടത്തും. അല്ലാതെ മരിച്ചുപോയ ഡോഗിനെ കൊന്നവർക്കെതിരെയും ആ പഞ്ചായത്തിനെതിരെയും ഷെൽട്ടർ നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. ഞാനിത് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെരുവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ ആരോരും ഇല്ലാതെ കിടക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പം എൻ്റെ വീട്ടിൽ ആരെങ്കിലും പട്ടി അടിച്ചാലും എനിക്ക് ഓട്ടോമാറ്റിക്കലി പട്ടികളോട് ദേഷ്യം വരും. അപ്പോൾ ഇതാണ് പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥമാണ് ഇതൊക്കെ സംഭവിച്ചു പോകുന്നത്. അപ്പം ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന കുറച്ച് ഇപ്പം ഇറങ്ങുമെന്നുള്ളത് എഴുതി വെച്ചോ ഇറങ്ങിയിരിക്കും. അപ്പം പ്രൊട്ടസ്റ്റ് നടത്തുന്ന ടീമുകളോട് ഞാൻ പറയാണ്, നിങ്ങൾ പ്രൊട്ടസ്റ്റൊക്കെ നടത്തിക്കോ, പക്ഷേ അതൊരു വ്യക്തിക്കെതിരെയോ ഒരു പഞ്ചായത്തിനെതിരെയോ ആയിരിക്കരുത്. നിങ്ങൾ പ്രൊട്ടസ്റ്റ് നടത്തേണ്ടത് ഈ തെരുവിൽ കിടക്കുന്ന ഈ